ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ മല്ലു ഓൺ വീൽസ്. അപ്പം നമ്മളിന്ന് ഗൊറില്ലയും കൊണ്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഗൊറില്ലയുടെ നമ്മൾ എന്താ പറയാ മീറ്ററിന്റെ കുറച്ച് വിശേഷമാണ്. അപ്പം മീറ്ററിന്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആ മീറ്ററിന്റെ അകത്തുള്ള കുറച്ച് വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അനലോഗും ഡിജിറ്റലും ആയിട്ടുള്ള രണ്ട് സെക്ഷനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മോഡ് വരുന്നുണ്ട്, സ്പീഡിന്റെ. അതെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് സ്ട്രീറ്റ് വരുന്നുണ്ട്, സ്പോട്ട് വരുന്നുണ്ട്. ഇത് രണ്ടാണ് ഈ ഗൊറില്ല അപെക്സിൽ വരുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന വെച്ചാൽ ഇതിൻ്റെ അകത്ത് നാവിഗേഷൻ എങ്ങനെ നമുക്ക് വണ്ടിയുടെ മാപ്പ് എങ്ങനെ കണക്ട് ചെയ്യാം മൊബൈൽ വഴി എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ കാണിക്കുന്നത്. വേറെ വിശേഷങ്ങളൊന്നുമല്ല. നമ്മളിന്ന് വണ്ടിയുടെ മീറ്റർ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. മീറ്ററിന്റെ വിശേഷങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് മീറ്ററിൽ വരുന്നത്, ഇപ്പോൾ ഇതൊരു ഡിജിറ്റൽ മീറ്ററിലാണ് കിടക്കുന്നത്. ഡിജിറ്റലുണ്ട്, അനലോഗുണ്ട്. അപ്പോൾ നമുക്കിത് ഡിജിറ്റൽ മീറ്ററിൽ കിടന്നാൽ മാത്രമേ നമുക്കിത് വർക്ക് ആവത്തുള്ളൂ, നമ്മുടെ നാവിഗേഷൻസൊക്കെ. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇത് മൊബൈലിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആറിയുടെ ആപ്പുണ്ട്, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം കണ്ടൊരു ഡാർക്ക് മോഡായി, നേരത്തെ വൈറ്റ് ആയിരുന്നു. അപ്പം ഓരോ ചേഞ്ചും വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ചെറിയൊരു സെൻസറുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു സെൻസറുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. ആ ഒരു സെൻസറിലാണ് ഈ ഒരു ഇത് വർക്ക് ആവുന്നത്. ഞാനിവിടെ ഇങ്ങനെ ഒരു ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്, ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുമ്പോൾ നിങ്ങളത് നോക്കി ഒട്ടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് വർക്കാവാൻ പാടുപെടും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ നോക്കി ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ വരുന്നത്. ഇനിയിപ്പം ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ജോയ്സ്റ്റിക്കുള്ളൊരു സ്വിച്ച് ഉണ്ട്. അപ്പം ഇത് നമ്മൾ റൈറ്റിലോട്ട് ഞെക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റിലോട്ട് ഞെക്കി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഗാർഡിൽ ഈ ഒരു കോഡ് വരും, കണ്ടോ. ഇപ്പോൾ ഈ ഒരു കോഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കോഡ് നമ്മുടെ ഫോണുമായിട്ട് സ്കാൻ ചെയ്ത് കണക്ട് ചെയ്യണം ആറിയുടെ ആപ്പിൽ. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് റോയൽ എൻഫീൽഡ്, ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റോയൽ എൻഫീൽഡ് എന്നുള്ള ഒരു ആപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാനിവിടെ ഓപ്പൺ ചെയ്താണ്, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. റോയൽ എൻഫീൽഡ് എന്നൊക്കെ എഴുതി കാണിച്ചിട്ടു. ഇതിപ്പം എൻ്റെ പേരൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ, വെളിയിലത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കിത് കാണിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലങ്ങളെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വന്നേക്കെന്ന് വെച്ചാൽ അവർ പോകുന്ന റൈഡ്സ് കാര്യങ്ങൾ, പിന്നെ അവരുടെ ബ്രൗഷേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നാവിഗേഷൻസും സർവീസസ് ഡീറ്റെയിൽസും ഒക്കെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ വണ്ടി ഈ എന്ന് പറഞ്ഞ ഇതിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഗൊറില്ലയാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, RS ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വണ്ടി ബുക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ കുറിച്ചുള്ള മെയിൻ്റെനൻസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷോപ്പുണ്ട്, അവരുടെ ജാക്കറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. പിന്നെ ട്രിപ്പ് പോകുന്നതുണ്ട്, പിന്നെ റൈഡ്സിനകത്താണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഹിമാലയയിൽ പോകുന്ന അങ്ങനെ കുറേ അഡ്വഞ്ചർ, നേപ്പാൾ, ഇങ്ങനെയൊക്കെ കുറേ അവരുമായിട്ട് ചേർന്ന് നമുക്ക് പോകാനായിട്ട് പറ്റുന്ന കുറച്ച് ഈവൻറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നാവിഗേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നാവിഗേഷൻ. അപ്പം ഇവിടെ ഒരു ഗ്രീൻ കളർ ബൈക്കിൻ്റെ ചിഹ്നം കാണാം. ഇതാണ് എൻ്റെ ഫോണ്. ഇപ്പം ബൈക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ബൈക്കുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എൻ്റർ ലൊക്കേഷൻ എന്ന് പറഞ്ഞ അവിടെ ഉണ്ട്. അവിടെ ഞാനിപ്പോൾ കൊച്ചി കൊടുത്തപ്പോഴത്തേക്കും നമുക്കിവിടെ താഴെ വന്ന് ഗെറ്റ് ഡയറക്ഷൻ എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഗെറ്റ് ഡയറക്ഷൻ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഇൻ്റർഫേസ് വരുന്നത്. സ്റ്റാർട്ട് നാവിഗേഷനും കൂടെ കൊടുക്കുമ്പോഴത്തേക്കാണ് നമുക്കത് സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുക്കുമ്പോഴാണ് നമുക്കത് നമ്മുടെ ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് അത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് വരുന്നത് നാവിഗേഷൻ വരുന്നത്.
അപ്പോൾ ഇതിങ്ങനെയാണ് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരും. ഇതുവഴി കൂടെ നമുക്ക് പോവാം. അതുകൊണ്ട് നമുക്ക് ഫോണോ വേറെ കാര്യങ്ങളോ ഒന്നും നമുക്ക് മൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കിലോമീറ്റർ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. ഈ മീറ്ററിൻ്റെ അകത്തുള്ളത് ഇവിടെയാണ് നമ്മുടെ ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്, പിന്നെ സൈഡ് സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സർവീസ് കാര്യങ്ങൾ ഇതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് സൂം ചെയ്യാനും ഔട്ട് ചെയ്യാനും അതുകൊണ്ട് തന്നെ നാവിഗേഷൻ ഇതിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബാറ്ററി, ഫോണിൻ്റെ, പിന്നെ ടൈം, പിന്നെ പുറത്തെ ചൂട് എത്രയാണ്, 30 ഡിഗ്രി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഹോമിൽ വരുമ്പോൾ നാവിഗേഷൻ, മ്യൂസിക്, അതുകൊണ്ട് തന്നെ ഫോണ്. ഇത് ഈ ഫോൺ റിങ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻസ് വരും, മെസ്സേജസ്, ഫോൺ നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇതാണ് ട്രിപ്പ് 1ൻ്റെ അകത്ത് മൈലേജ് കിട്ടിയേക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. അപ്പം എനിക്ക് കിട്ടിയേക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 26.5, എനിക്ക് 27 വരെ കണ്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെയാണ് ഇതിന് വരുന്ന ഫ്യൂവൽ റേഞ്ച് 115, പിന്നെ ബാറ്ററിയുടെ, പിന്നെ നമുക്ക് സർവീസ് ഡ്യൂ ഇനിയും 16 ദിവസം കൂടാണ് ഇനി സർവീസിനുള്ളത്. ഇനി 114 കിലോമീറ്റർ കൊണ്ട് ഓടാം. പിന്നെ എൻജിൻ ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിപ്പോൾ നമുക്കിതിൻ്റെ മോഡൊക്കെ മാറ്റിയിടാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇപ്പം ഇതിനെ മാറ്റിയിട്ട് നമുക്കത് അനലോഗിലോട്ടുള്ള ഒരു ഓപ്ഷനുകളുണ്ട്. ഇതിപ്പോൾ ഡിജിറ്റൽ മീറ്ററിലാണ് നമ്മളിതെല്ലാം കണ്ടത്. പിന്നെ ഇതിൽ വരുന്നൊരു സംഭവമാണ് മോഡിൻ്റെ. ഇവിടാണ് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഈ മോഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കും സ്പോട്ട് മോഡ്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീറ്റ് മോഡ്, സ്പോട്ടും സ്ട്രീറ്റും ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റാൻ പറ്റില്ല, നമ്മൾ വണ്ടി നിർത്തിയിട്ട് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഒരു അനലോഗ് മീറ്റർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. മീറ്ററാണ്. ഈ അനലോഗ് മീറ്ററിൻ്റെ അകത്ത് മാപ്പ് കാണിക്കുന്നത് ഇങ്ങനെ ഈ ഒരു ടേൺ മാത്രമേ കാണിക്കത്തുള്ളൂ. നമ്മൾ എത്ര മീറ്റർ കഴിഞ്ഞ് ടേൺ ചെയ്യണം അങ്ങനെയുള്ളൊരു ടേണിങ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഡിജിറ്റൽ മീറ്ററിൻ്റെ അകത്തായിരിക്കും നമുക്ക് ഫുള്ളായിട്ട് മൊബൈലിൽ കാണുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ള നമ്മുടെ ഗൊറില്ല 450 വരുന്ന മീറ്ററിൻ്റെ അകത്തുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. വ്യത്യാസങ്ങളല്ല, ഇതിലുള്ളത് ഇതൊക്കെയാണ്. അപ്പം എന്തുകൊണ്ടും വളരെ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് എന്ന് തന്നെ പറയാം. പെർഫോമൻസ് ബേസ് ആണെങ്കിലും ഇതുകൊണ്ട് സ്ക്രീനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഗൊറില്ല അപെക്സിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.